നസ്കർ അഷ്കർ മനുഷ്യരൂപം കൊണ്ടൊരു പിശാചാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലാൻ കഴിയുന്നത്? പിശാചുക്കൾക്ക് പോലും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇരയെ തേടി നടക്കുന്ന മനുഷ്യരൂപം പൂണ്ട ഒരു ദുഷ്ടമൃഗത്തിന് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. ആലോചിച്ച് നോക്കൂ, സംസാരിക്കാൻ പോലും ശേഷിയില്ലാത്ത, കരയാൻ മാത്രം അറിയാവുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ 56 തവണ അവൻ്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുക, പലപ്പോഴായി സിഗരറ്റ് വലിച്ചിട്ട് അതിന് തീ കൊണ്ട് പൊള്ളലേൽപ്പിക്കുക, അവൻ്റെ കാൽപാദങ്ങളും കക്ഷവും പൊള്ളിക്കുക, അവൻ്റെ നെഞ്ചിൽ കുത്തി മുറിവുണ്ടാക്കുക, അവൻ്റെ ജനനേന്ദ്രിയം വലിച്ചു മുറിക്കുക. ഇത്രയും ക്രൂരത ചെയ്യാൻ ഒരു കൊടും കൊലയാളിക്ക് കഴിയുമോ? എന്നിട്ട് ഒടുവിൽ അവൻ്റെ ആനന്ദം പൂർത്തിയാകാൻ വേണ്ടി ആ കുഞ്ഞിനെ എടുത്ത് അവൻ ഭിത്തിയിലടിച്ച് കൊന്നുകളഞ്ഞു. ആ ദുഷ്ടപിശാചിനെ കൈകാര്യം ചെയ്ത നാട്ടുകാരെ നന്ദിയോടെ മാത്രമേ ഓർക്കാൻ കഴിയൂ. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാവുന്നു. ആ ദുഷ്ടനേക്കാൾ വലിയ ദുഷ്ടയല്ലേ ആ കുഞ്ഞിനെ 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച അമ്മ അഖില? ഇത്ര കാലം ഒരുമിച്ച് താമസിച്ചപ്പോൾ തീർച്ചയായും അഖില അറിഞ്ഞിരിക്കും ഈ ദുഷ്ടപിശാചിൻ്റെ ചെയ്തികൾ. അയാൾ ക്രൂരതയിൽ ആനന്ദം അനുഭവിക്കുന്ന പിശാചാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കും. അയാളുടെ ആദ്യ ഭാര്യയെ അതിക്രൂരമായി മർദ്ദിച്ച് കോമയിലാക്കി ഉപേക്ഷിച്ചത് അറിയാതിരിക്കില്ല. അയാൾ പല പെൺകുട്ടികളെയും കെണിവെച്ച് വീഴ്ത്തി നശിപ്പിച്ചത് അറിയാതിരിക്കില്ല. എന്നിട്ടും അങ്ങനെ ഒരു ദുഷ്ടപിശാചിൻ്റെ കൈകളിലേക്ക് ആ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ഈ സ്ത്രീ എന്തിന് നാടു ചുറ്റി? ആ കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ള മുറിവുകളൊക്കെ ഒരു ദിവസം ഉണ്ടായതല്ല, പല വ്രണങ്ങളും കരിഞ്ഞു വരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ അവൾ കൂടി അറിഞ്ഞുകൊണ്ടല്ലേ ഈ ക്രൂരത മുഴുവൻ സംഭവിച്ചത്? ഒരുപക്ഷെ പിശാചിനും പിശാചിക്കും രതിമൂർച്ച ലഭിക്കണമെങ്കിൽ ഈ കുഞ്ഞ് ക്രൂരമായി പീഡനമേറ്റ് കരയുന്നത് കേൾക്കണമായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് രോഷത്തോടെ അഞ്ജു പാർവതി പ്രബീഷ് ഇങ്ങനെ എഴുതിയത്. എനിക്ക് അവനേക്കാൾ അറപ്പും വെറുപ്പും തോന്നുന്നത് ദാ ഈ മനുഷ്യരൂപം പൂണ്ടു നിൽക്കുന്ന ഈ രാക്ഷസിയോടാണ്. അവനെന്ന കൊടും ക്രിമിനലിന് മുന്നിൽ സ്വന്തം ചോരയെ പിച്ചി ചീന്തിയെറിയാൻ ഇട്ടുകൊടുത്ത പിശാചാണിവൾ. ദയയുടെ ഒരിറ്റ് കണിക പോലും ഇവൾ അർഹിക്കുന്നില്ല. കുസൃതി ചിറകിൽ മുറ്റത്തും അകത്തളങ്ങളിലും പാറിക്കളിക്കേണ്ട പിഞ്ചു ശലഭങ്ങൾ നിശ്ചലമേനികളായി തീരുന്നത് വീട്ടകങ്ങളിലും അവരെ എന്നേക്കുമായി ഉറക്കിക്കിടത്തുവാൻ കൂട്ടുനിൽക്കുന്നത് 10 മാസം ചുമന്നവർ തന്നെയാണെന്നറിയുമ്പോൾ മാതൃത്വം എന്ന വാക്കിന് ഇന്ന് രക്തത്തിന് ചൂരും ഹിംസയുടെ മുഖവും കൂടിയുണ്ടെന്ന് പറയേണ്ടി വരുന്നു. അവിഹിതത്തിന്റെ ബലിക്കലിൽ തച്ചുടയ്ക്കപ്പെടുന്ന ഒന്നായി മാതൃത്വവും കുഞ്ഞുമേനികളും മാറുമ്പോൾ നമുക്ക് ഈ പാതകത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ് പീലാത്തോസിനെ പോലെ കൈ കഴുകാൻ കേരളീയ പൊതുസമൂഹത്തിന് കഴിയില്ല. സ്ത്രീ നിയമം, സംരക്ഷണം ഇത്യാദി ഓമന പേരിൽ പൊതുസമൂഹം സ്ത്രീകൾക്ക് നൽകുന്ന അമിത പ്രാധാന്യവും പരിരക്ഷയുമാണ് അഖിലമാരെ സൃഷ്ടിക്കുന്നത്. കുടുംബ ബന്ധങ്ങളെക്കാൾ മൂല്യമുള്ളതാണ് കാമം എന്ന മിഥ്യാബോധമാണ് പലപ്പോഴും സ്ത്രീകളെ അവിഹിതങ്ങളിലേക്ക് നയിക്കുന്നത്. സ്വന്തം സുഖത്തിനേക്കാൾ വലുത് പെറ്റ കുഞ്ഞെ എന്ന തരത്തിൽ പുതിയ തലമുറ പെൺകുട്ടികൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നമ്മൾ പടച്ചിറക്കിയ സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് ടൈപ്പ് ചപ്പടവാദങ്ങളാണ്. ചാബല്യമേ നിന്റെ പേരോ സ്ത്രീ. ഹാംലെറ്റ് എന്ന ദുരന്ത നാടകത്തിൽ സ്ത്രീ മനസ്സിൻ്റെ ചപലതയെ വ്യക്തമാക്കിക്കൊണ്ട് ഷേക്സ്പിയർ എഴുതിയ ഉദ്ധരണിയാണിത്. എന്നാൽ അഖില എന്ന പെൺകുട്ടി ചാബല്യത്തിൻ്റെ മാത്രം പേരാണോ? അവൾ എന്ന സ്ത്രീ ക്രൂരതയുടെയും വഞ്ചനയുടെയും കാപട്യത്തിൻ്റെയും പേരുകൾ കൂടിയാണ്. പുറത്തു വരുന്ന വാർത്തകൾ സത്യമെങ്കിൽ ആദ്യം പ്രണയിച്ച ഒരു പയ്യനുമായി ജീവിതം മുന്നോട്ട് പോകവേ മറ്റൊരു ബന്ധമുണ്ടാവുന്നു. അതിന് പേരിലുണ്ടായ അസ്വാരസ്യം കാരണം അവൻ ജീവനൊടുക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ടവരുടെ ഉദരത്തിൽ തൻ്റെ ജീവനുണ്ടെന്ന് അറിഞ്ഞിട്ടും ജീവിതം പകുതിക്ക് വെച്ച് നിർത്തിപ്പോയ ഒരു പയ്യൻ ഒരുപക്ഷെ പറയാതെ ബാക്കി വെച്ചത് ഒരുപാട് സങ്കടങ്ങളും അവന് മാത്രം അറിയുന്ന കഥകളുമാവാം. പ്രാരാബ്ദങ്ങൾക്കിടയിൽ പോലും മകളുടെ പ്രസവവും കൊച്ചുമകൻ്റെ വരവും ആവും വിധം നോക്കിയ അഖിലയുടെ അമ്മയും അമ്മൂമ്മയും, അതിനിടയിൽ വീണ്ടും ഉണ്ടായ പ്രണയം, അതും അതേ നാട്ടിൽ ആദ്യം കെട്ടിയ പെണ്ണിനെ കൊല്ലാക്കൊല ചെയ്ത കോമ സ്റ്റേജിലാക്കിയ ക്രൂരനായ ഒരുത്തനോട്. അറിയാവുന്നവരൊക്കെ അവനെക്കുറിച്ച് പറഞ്ഞിട്ടും വിലക്കിയിട്ടും അവൻ മതി എന്നുറച്ച് അവനൊപ്പം പോയ ഒരുത്തി. ആ പോക്കിൽ സ്വന്തം ചോരയെ ബാധ്യതയായി കണ്ട് അതിനെ എവിടെയെങ്കിലും കളഞ്ഞാൽ മതിയെന്ന് ഉറപ്പിച്ച തള്ളപ്പിശാചെ. സത്യത്തിൽ ഇവൾ ഒരുത്തി കാരണം എത്ര കുടുംബങ്ങളാണ് തുലഞ്ഞു പോയത്, എത്ര മനുഷ്യരുടെ ജീവിതമാണ് തച്ചുടച്ചത്. ഇവളെ ജനിപ്പിച്ച അമ്മയ്ക്കും അവളെ അത്രയും നാൾ വളർത്തിയ അമ്മൂമ്മയ്ക്കും വരെ പറയാൻ ശാപവാക്കുകളെ ഉള്ളൂ ഈ ഒരുമ്പെട്ടവളെ കുറിച്ച്. അത്രയ്ക്കും നാടിനും വീടിനും ഭാരമായി ഒരുത്തി. 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഒരു സൈക്കോ ക്രിമിനലിനെ ഏൽപ്പിച്ച്
3-4 ദിവസം തമിഴ്നാട്ടിലേക്ക് ഡാൻസ് എന്നും കൂത്തെന്നും പറഞ്ഞു പോയ ഒരുത്തിക്ക് ആ കുഞ്ഞ് എങ്ങനെയെങ്കിലും ഒടുങ്ങിയാൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തം ചോര നഷ്ടപ്പെട്ട വേദനയൊന്നും അവളിൽ അശേഷം കാണാനുണ്ടായില്ല. മറിച്ച് ക്രിമിനൽ കാമുകനെ എങ്ങനെ വെള്ളപൂശി രക്ഷിക്കാം എന്നായിരുന്നു അവളുടെ മൈൻഡ് സെറ്റ്. അതുകൊണ്ടാണല്ലോ പോലീസുകാരോട് അവൾ പുത്തൻ കാമുകൻ കുഞ്ഞിനെ നന്നായി നോക്കുന്നു എന്ന് കള്ളം പറഞ്ഞത്. 2 കൈയിലും ബാൻഡേജ് ഇട്ട് കണ്ട പേരക്കുട്ടിയെ തിരികെ തരണമെന്ന് പോലീസ് സ്റ്റേഷനിൽ ആവശ്യപ്പെട്ട സ്വന്തം അമ്മയ്ക്കെതിരെ കേസ് കൊടുത്ത് അവർ തങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടുകാരേക്കാൾ കൂറ സൈക്കോ ക്രിമിനൽ കാമുകനോട് കാട്ടിയ അധമ. 1 മാസമായി കുഞ്ഞ് ശരീരം ഏറ്റുവാങ്ങിയ 51-ലധികം മുറിവ് കണ്ടില്ലെന്ന് നടിച്ച് സ്വന്തം കുഞ്ഞിനെ പച്ചയ്ക്ക് ഭക്ഷിക്കാൻ കാമുകനിട്ട് കൊടുത്ത ഈ കുടലയെ പെണ്ണെ അമ്മേ എന്നൊന്നും വിളിക്കരുത്. അസ്കർ പോലെയുള്ള ഇടത്താവളം കണ്ടെത്തി കണ്ടിടം നിറങ്ങുന്ന ഓരോ പെണ്ണിനും മാതൃത്വം എന്നത് സുഖം തേടുമ്പോൾ അധിക ബാധ്യതയാവുന്ന വേണ്ടാത്ത ഒന്നാണ്. തൻ്റെ അരിമക്കുഞ്ഞിനെ കൺമുന്നിൽ തച്ചുടയ്ക്കുന്ന ഒരുവനെ തടയാൻ കഴിയാതെ നുണ കണ്ട് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരുവൾ അമ്മ എന്ന പദം പോയിട്ട് മനുഷ്യൻ എന്ന ഗണത്തിൽ പോലും ഉൾപ്പെടുന്നവളല്ല. മാതൃത്വം എന്ന പരിഭാവനതയേക്കാൾ വലുതാണ് ഇന്നലെ കണ്ട ഒരുവൻ എങ്കിൽ കേവലം 1.5 വയസ്സ് പ്രായമുള്ള ഒരു പിഞ്ചിനെ ക്രൂരമായി ഉപദ്രവിക്കുന്നവനെ കാമിക്കാൻ കഴിഞ്ഞെങ്കിൽ അവൾ ഒരിറ്റുപോലും സഹതാപം അർഹിക്കുന്നില്ല. ഒരർത്ഥത്തിലും അവനെപ്പോലെ കുറ്റക്കാരിയാണ് ഇവളും. ഒരുപക്ഷെ അവനേക്കാൾ ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്ന കൊടും ക്രിമിനൽ. ഇനിയിപ്പോൾ ഇറങ്ങും കുറെ ഫെമിനിസ്റ്റ് കൂറകൾ ഇവൾക്ക് വേണ്ടി വലിയ വായിൽ മനുഷ്യാവകാശം പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഇറക്കും അവൾ അനുഭവിച്ച മറ്റേ കോത്താഴത്തെ ട്രോമയെക്കുറിച്ച് പടച്ചിറക്കുന്ന കുറെ നരേറ്റീവുകൾ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പാഴാക്കാനുള്ളതല്ല പെണ്ണിൻ്റെ ശരീരം, ശാരീരിക ആവശ്യങ്ങൾ, സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ഇനി നീളൻ പോസ്റ്റ് അങ്ങോളം ഇങ്ങോളം കാണാം. അങ്ങനെയും കുറെ പിഴച്ച നാവുകൾ ഉണ്ടല്ലോ ഈ നാട്ടിൽ. രണ്ടും പോലീസ് വാനിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നതിനിടയിൽ വെടിയേറ്റ് ചത്തുമലച്ചെന്ന വാർത്ത കേൾക്കുവാൻ ഞാൻ കൊതിക്കുന്നത്. അനിശാന്തിയും നീനോ മാത്യുവും ഒക്കെ മട്ടൻ തിന്ന് കൊഴുത്ത് ജയിൽ റിസോർട്ടിൽ കിടക്കുന്നത് ഇന്നും കാണേണ്ടി വരുന്ന ഗതികേട് കൊണ്ടാണ്. ഈ വൈകാരികമായ കുറിപ്പിനോട് 100% യോജിക്കുകയാണ് ഞാൻ. ഈ പിശാചുക്കളെ സ്വന്തം കുഞ്ഞുങ്ങളോട് കൂറും സ്നേഹവുമുള്ള ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നാട്ടുകാർക്ക് കൈവെക്കാനെങ്കിലും ഉത്തരവാദിത്വമില്ലാത്ത തരത്തിൽ വിട്ടുകൊടുക്കണം. അന്വേഷണ മധ്യേ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വെടിവെച്ച് കൊല്ലണം. അല്ലെങ്കിൽ ഇവറ്റകൾ നമ്മുടെ തീറ്റി തിന്ന് നമ്മളെ മുടിപ്പിച്ച് സുഖമായി ജീവിച്ച് പരോളിലിറങ്ങി വീണ്ടും സുഖജീവിതം നയിക്കും. അമേരിക്കയിലെ ഹൂസ്റ്റണിൽ താമസിക്കുന്ന എൻ്റെ സുഹൃത്ത് ജോൺ പവത്തിക്കുന്നിൽ എന്ന ബ്ലസൻ എഴുതിയത് കൂടി കേൾക്കുക. അരുതേ, അവരെ കൊല്ലരുതേ. കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച ശേഷം നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന, അതിന് ശ്രമിക്കുന്ന, അതിന് പ്ലാൻ ചെയ്യുന്ന അമ്മമാരോട് ഒരു വാക്ക്. കുഞ്ഞുങ്ങൾ ജനിച്ച ശേഷം നിങ്ങളുടെ സാഹചര്യം മാറിയെങ്കിൽ, നിങ്ങളുടെ പുതിയ കാമുകന് കുഞ്ഞിനെ ഒഴിവാക്കണമെങ്കിൽ, കുഞ്ഞൊരു ബാധ്യതയായെങ്കിൽ ദയവായി അതിനെ കൊല്ലരുതേ. കേരളത്തിൽ തന്നെ 100 കണക്കിന് ദമ്പതികൾ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നുണ്ട്. അവരിൽ അനേകം പേർ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുവാൻ തയ്യാറാണ്. അതെ, 2 കൈയും നീട്ടി സ്വീകരിപ്പാൻ തയ്യാറാണ്. ആയതിനാൽ എന്തിന് നിഷ്കളങ്കരായ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് ഉപദ്രവിച്ച് കൊല്ലാക്കൊല ചെയ്യണം? ചിത്രത്തിൽ കാണുന്ന ഈ പിഞ്ചു കുഞ്ഞിനെ അതിഭീകരമായ പീഡനത്തിന് വിധേയമാക്കി കൊന്നുകളഞ്ഞു. ആ ചിത്രം നമ്മൾ കാണിക്കുന്നില്ല. കാമുകൻ ഒന്ന് ഉറക്ക കരയാൻ പോലും കഴിവില്ലാത്ത തൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുമ്പോൾ ഒരമ്മ എങ്ങനെ മിണ്ടാതിരിക്കുന്നു? ക്രൂരനായ കാമുകൻ അതിക്രൂരതയാണ് അഴിച്ചുവിട്ടത്. കുഞ്ഞിനെ 2 കൈകളും തല്ലി ഒടിക്കുന്നു. സിഗരറ്റ് കൊണ്ട് പലയിടത്തും പൊള്ളിക്കുന്നു. കുഞ്ഞിന് ലിംഗത്തിൽ ചർമ്മം പോലും മുറിച്ചു മാറ്റുന്നു. 50-ലധികം പീഡന തെളിവുകളാണ് ആ പിഞ്ചു ശരീരത്തിൽ കണ്ടത്. തെളിവുകളില്ലാതെ പോയത് എത്ര അധികമായിരിക്കും? എന്തിനു വേണ്ടിയായിരുന്നു ഒരു നിസ്സഹായ അവസ്ഥയിലുള്ള ഒരു കുഞ്ഞിനോട് ഈ ക്രൂരത? നിങ്ങൾ എന്തു നേടി? ജയിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. അവിടെ കാത്തിരിക്കുന്ന സുഖമുള്ള കാര്യങ്ങളല്ല. നിങ്ങൾക്ക് വേണ്ട എങ്കിലും അവർ ജീവിക്കട്ടെ. അവർക്കും എല്ലാവരെയും പോലെ അവകാശങ്ങളുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അവരെ വേണ്ട എങ്കിൽ മറ്റാരെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കുക. അരുതേ, അവരെ പീഡിപ്പിച്ചു കൊല്ലരുതേ. ഇത് തന്നെയാണ് സകല വേണ്ടാത്ത കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച അമ്മമാരോടും പറയാനുള്ളത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടവർക്ക് കൊടുക്കൂ. നിങ്ങൾ ആ ഭാരം ഒഴിയൂ. എന്തിനു കൊന്നു കളയണം? എന്തിനെ കൊലക്കിട്ട് കൊടുക്കണം? അഷ്കർമാരും അഖിലമാരും ഇനിയും നമുക്കുണ്ടാവാതിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം.